ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രീഡം എന്ന നാടകത്തിൻ്റെ വന്നൊരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന നാടകത്തിൻ്റെ ടൈറ്റിൽ ട്രാക്ക് വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന നാടകത്തിൻ്റെ സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തിറങ്ങാൻ പോവാണ്. അത് ഇന്ന് 12 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മെട്രോ എന്ന നാടകത്തിൻ്റെ മ്യൂസിക് ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. സൈഡ് എ എന്നുള്ള രീതിയിലാണ് ഇറക്കിയിട്ടുള്ളത്. എന്നുവെച്ചാൽ സൈഡ് ബി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ആൽബം കൂടിയും പുറത്തിറങ്ങാണ്ടായിരിക്കും. പിന്നെ കാലിദർ ലഫാട്ട എന്ന നാടകത്തിൻ്റെ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടം ജൂലൈ 4 C5 പുറത്തിറങ്ങുക. പിന്നെ വെർജിൻ ബോയ്സ് എന്ന് നാടകത്തിലത്തെ ഡും ഡിഗ ഡും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ ലോഞ്ച് ഇവന്റ് നടക്കാൻ പോകുന്നുണ്ട് ജൂൺ 25 എന്ന് വെച്ചാൽ നാളെ 10 മണിക്ക് പ്രസാദ് ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞതിന്റെ 4 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇതിൽ പ്രഭാസിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11:07 പുറത്തിറങ്ങുമ്പോൾ അറിയിച്ചു. പിന്നെ പറന്നു പോകുന്ന പറഞ്ഞിടത്തിലത്തെ കഷ്ടം വന്താന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. പിന്നെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മികാന്താന്റെ മെയിൻ കഥാപാത്രമായിരുന്നു നടത്തിയിരുന്നു. അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള രാഹുൽ രവീന്ദ്രന്റെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ജൂലൈയിൽ വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്, അടുത്ത മാസം വരുന്നുള്ളത്. പിന്നെ കുബേര എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിൽ മാത്രം 1.7 million പ്ലസ് കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട് അജയ് ദേവ്ഗന്റെ. അപ്പോൾ അത് ജൂലൈ 25 പുറത്തിറങ്ങുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ കുറെ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ JSK എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ജൂൺ 27 മാറ്റിച്ച് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. സെൻസറിങ്ങിന്റെ ഇഷ്യൂ ആണ്, ഒരു ക്യാരക്ടറിന്റെ നെയിം ഇഷ്യൂ ആയതുകൊണ്ടാണ് സെൻസറിൽ ഇഷ്യൂ വന്നിട്ടുള്ളത്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ന്യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞിരിക്കുന്നത് 126 മിനിറ്റ് ആണ്, എന്ന് വെച്ചാൽ 2 മണിക്കൂർ 6 മിനിറ്റും. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ ഏകദേശം 56 കോടിയുടെ അടുത്താണ് കളക്ഷനായി കിട്ടിയിട്ടുള്ളത്. എന്തായാലും പടത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹരിഹര വീരമല്ലു പാർട്ട് 1 സോഡ് വിയസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ കല്യാണം വരാൻ പോണ പടമാണ്. ഈ പടം ജൂലൈ 24 ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന വേഫാർ ഫിലിംസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്, ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ അയം ഗെയിം എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ ആന്റണി പെപ്പനെ കാണിച്ചിട്ടുണ്ട്, അതേമാതിരി ഞാൻ ഹസീദായത്തൊക്കെ ഉണ്ട്. പിന്നെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞതിന്റെ ഷൂട്ടിംഗ് ഇന്നലെ തുടങ്ങുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. തൊടുപുഴ കാഞ്ഞാറിലാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും വിജയരാഘവനും കയ്യാദുള്ളവരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ലിജോ ജോസ് ആന്റണിയാണ് പടം എടുക്കുന്നത്. എന്തായാലും നല്ല പടമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടം വരാൻ പോവാണ് 2026 മെയ് ആ ടൈമിലായിട്ട്. എന്തായാലും പടം നന്നാവുന്നതിന് പ്രതീക്ഷിക്കാം. ഇതിൽ ടോം ഹോളണ്ട് സ്പൈഡർമാനായി എത്തും, അതേമാതിരി പണീഷറായിട്ട് ജോൺ ബെർട്നാൽ വരുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ സേഡി സിംഗ് ഉണ്ടാവും, ജേക്കബ് ബെറ്റാല ഉണ്ടാവും, പിന്നെ സെൻഡയ ഉണ്ടാവും, ലിസ കോളൻ ജയാസ് ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന്റെ കൂടെ മാർക്ക് റഫേൽ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഒരേ സമയം തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലും റിലീസ് ചെയ്യാനും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ജിത്തു ജോസഫ് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നുള്ള ആൾക്കറിയത്തില്ല. അത് ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളതുകൊണ്ട് പടത്തിന് ചിലപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള അറ്റൻഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇറക്കാൻ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹിന്ദിയിൽ അജയ് ദേവ്ഗനാണ് അഭിനയിക്കുന്നത്. ആളുടെ ചിലപ്പോൾ വന്നു വരാം, പക്ഷെ വെങ്കടേഷിൻ്റെ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ഓൾറെഡി 2 ഫിലിമിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്, ഫെബ്രുവരി മാർച്ച് ആ ടൈം വരെ. അപ്പോൾ ദൃശ്യം 3 അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരുമിച്ച് റിലീസാവാൻ തോന്നുന്നില്ല. എന്തായാലും മലയാളം റിലീസാകുമ്പോൾ ക്രിസ്മസിനാന്നുള്ളതാണ് കേൾക്കുന്നത് ഈ വർഷം. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ജിത്തു ജോസഫിൻ്റെ അടുത്തായിട്ട് വരാൻ പോണ പടം എന്ന് പറയുന്നത് ആസിഫ് അലിനെ വെച്ചിട്ട് എടുത്തിട്ടുള്ള മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് കുറേ സൈറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്ത് വരും എന്നുള്ള കണ്ടന്റ് അറിയണം. ഇനിയിപ്പോൾ അടുത്ത വീണ്ടും ഇതേപോലെ പറയുമെന്നുള്ള അറിയത്തില്ല എന്നുള്ളത്. എന്തായാലും പ്രാവശ്യം ഒഫീഷ്യലി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആസിഫ് അലിന്റെയും അപർണ ബാലമുരളിയുടെയും ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രമിന്റെ പടം എടുത്ത ആള് S അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഫസ്റ്റ് ചിത്തം എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ആള് അടുത്തായിട്ട് കമൽഹാസനെ വെച്ചിട്ട് പടം ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും സ്ക്രിപ്റ്റ് ഏകദേശം കംപ്ലീഷന്റെ അടുത്തെത്തി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ കമൽഹാസൻ എന്നായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് മമിത വൈജുവിന്റെ ബർത്ത്ഡേ വിഷയന്റെ പോസ്റ്റർ ഇറക്കിയിരുന്നു. എന്തായാലും ഈ മമിത വൈജു ദളപതി വിജയനോട് ഇത് ലാസ്റ്റ് പടാവും എന്നുള്ള ചോദിച്ചപ്പോൾ അതറിയില്ല, അടുത്ത വർഷത്തെ ഇലക്ഷന്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടത്തിന്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയത് ദറോർ എന്നുള്ള രീതിയിൽ അത് 24 മണിക്കൂറിനുള്ളിൽ 32.4 മില്യൺ പ്ലസ് വ്യൂസ് ആണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ ഗ്ലിംസായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ പടത്തിന്റെ ഗ്ലിംസ്. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സിംഗിൾ വരുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കറ്റ് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ഫസ്റ്റ് സിംഗിളായിട്ട് പുറത്തിറക്കാൻ വിടാൻ പോകുന്നത്. അതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് പോലത്തെ അല്ലെങ്കിൽ ഒരു പ്രൊമോ എടുത്ത പരിപാടി മുന്നേ കിട്ടിയതാണ് നമുക്ക്. ഇപ്പോൾ കൂടാതെ ഒരു പ്രൊമോ വീഡിയോ എന്നുള്ള രീതിയിൽ വേറെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ള രീതിയിലുള്ള സംഭവം. എന്തായാലും ഈ പാട്ട് വരാൻ പോകുന്നത് ജൂൺ 25 എന്ന് വെച്ചാൽ നാളെയാണ്. അതിന്റെ ടൈം അറിയിച്ചിട്ടില്ല. എന്തായാലും ജസ്റ്റ് ഒരു പ്രൊമോ ആയിട്ട് സംഭവമാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡബിൾ ലൈക്കോൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.